ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയത്തില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. ഓട്ടക്കളത്തിൽ ഓടുന്നവരെ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. എന്നിട്ട് പൗലോസ് പറയുന്നത് നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാരംഭത്തിൽ ചില കാര്യങ്ങൾ നമ്മളോട് പറയാം. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് പ്രതിസന്ധികൾ നിറയപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ചില ആളുകളോട് ചോദിച്ചാൽ പറയും, അങ്ങ് ജീവിച്ചു പോകുന്ന ബസ് ഓരോ ദിവസവും അങ്ങ് തള്ളി നീക്കുന്നു. എങ്ങനെയാ ഒരു ദിവസം കഴിച്ചു കൂട്ടുന്ന അറിയില്ല. നേരം വെളുക്കുന്നു, വൈകുന്നു, അത്രമാത്രം അറിയാം. എന്തെല്ലാം കഷ്ടപ്പാടുകളാണ്, എന്തെല്ലാം ദുരിതങ്ങളാണ്. ജീവിതത്തിൽ ഒരു അർത്ഥവുമില്ല. വെറുതെ അങ്ങ് ജീവിക്കുന്നു എന്ന് മാത്രമല്ല. ഇതൊക്കെ നമ്മൾ പറയുന്ന വാക്കുകളാണ്. ഹല്ലേലൂയ. അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു, ജനിക്കണ്ടായിരുന്നു, ഞാനൊരു ശാപമാണ്, ഞാൻ എല്ലാവർക്കും ഒരു അധിക ഭാരമാണ് എന്നൊക്കെ മനുഷ്യൻ പരാജയത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ഓരോ ദിവസവും സ്വയം അതമ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രശ്നം, നമ്മുടെ ജീവിതം വെറും വ്യർത്ഥമാക്കി കളയരുത്, അതമ്പതിപ്പിച്ച് കളയരുത്. നമ്മുടെ ജീവിതത്തിൽ അർത്ഥമില്ലായ്മ ഉണ്ടാകരുത്. വെറും വ്യർത്ഥമായ ജീവിതം നയിക്കരുത്. നമ്മുടെ ജീവിതത്തിനകത്ത് പൗലോസ് പറയുന്ന പോലെ നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണം. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മുടെ സ്വയം താഴ്ചകളും പരാജയങ്ങളും വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഇല്ലായ്മ ചെയ്യാതെ, ദൈവനാമത്തിന് വിരോധമായ വാക്കുകൾ സംസാരിക്കാതെ, ഹല്ലേലൂയ, ദൈവരാജ്യത്തിന് അനുകൂലമായി ദൈവനാമം മഹത്വപ്പെടുന്ന വാക്കുകൾ സംസാരിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്ന വാക്കുകളാണ്, ഞാനും പറയാറുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സംഘർഷ മേഖല വരുമ്പോൾ മനസ്സുമെടുക്കും നമ്മൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നവരാണ് അവസാനം പോയി ജീവൻ ഒടുക്കിക്കളയുന്നത്, എന്നേക്കുമായിട്ട് നിത്യമായ നരകത്തിന് അധീനരായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പൗലോസ് പറയുന്നത് ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അല്ലേ? എല്ലാവർക്കും ഓട്ടത്തിലൂടെ ജയിക്കാൻ പറ്റത്തില്ല. അല്ലേ? ഒരുവൻ വിജയിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നതൊക്കെ മനസ്സിലായി. ലോകപ്രകാരമായ ഓട്ടങ്ങളുമുണ്ട്, ആത്മീയ ഓട്ടങ്ങളുമുണ്ട്. 2 ഓട്ടം നമ്മൾ കാണാൻ കഴിയും. 1 ലോകത്തിലുള്ള ഓട്ടം, 2 ആത്മീയ ഓട്ടം. ലോകപരമായ ഓട്ട മത്സരത്തിനകത്ത് 1ാമത്, 2ാമത്, 3ാമത് എന്നിങ്ങനെ ചില ഘടനകളുണ്ട്. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് എന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. അങ്ങനെ വിവിധ നിലകളിലാണ്. എന്നാൽ ആ 3 നിലകളിൽ ഓടി ജയിക്കുന്നവർക്കും 3 നിലകളിലുള്ള വ്യത്യസ്തമായ സമ്മാനങ്ങൾ അല്ലെങ്കിൽ ട്രോഫികളാണ് കിട്ടുന്നത്. അല്ലേ? അവർക്ക് ഓരോരുത്തർക്കും ഒരു ഗ്രേഡാണ്. അല്ലേ? എന്നാൽ ആത്മീയമായി ഓടുന്നിടത്ത് ഫസ്റ്റെന്നോ സെക്കൻഡെന്നോ തേർഡെന്നോ ഇല്ല, വെവ്വേറെ ഗ്രേഡുകളൊന്നുമില്ല. നമ്മൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണം. അല്ലേ? ദൈവം എല്ലാവർക്കും ഒരുപോലെ കിരീടം തരാൻ ആഗ്രഹിക്കുന്നു. ദൈവം തരുന്ന കിരീടങ്ങൾ എന്ന് പറയുന്നത് അതിശ്രേഷ്ഠമായതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണം. നിങ്ങൾ ജീവിതത്തിൽ വെറുതെ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്നതല്ല. നിങ്ങൾ ഭൂമിയിലേക്ക് ജനിക്കാൻ കാരണമായത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ അറിഞ്ഞാണ്, അവന്റെ അറിവോടുകൂടിയാണ്, അവന്റെ ഇഷ്ടപ്രകാരമാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത്. അങ്ങനെ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ജനിച്ച നാൾ തൊട്ട് നിങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം എത്രയുണ്ടോ അതുവരെ ദൈവത്തിന് ചില പ്ലാനുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം, പ്രാപിപ്പാൻ വേണ്ടി ഓടണം. അല്ലേ? കൃഷിക്കാരൻ കൃഷി ചെയ്യുന്നത് ഫലമെടുക്കാൻ വേണ്ടിയിട്ടാണ്, വെറുതെ കൃഷി ചെയ്യുന്നില്ല. കന്നുകാലികൾ വളർത്തുന്നതിന് അതിൽ നിന്നും ഫലമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ബിസിനസ്സുകാരൻ കച്ചവടം ചെയ്ത് ലാഭത്തിന് വേണ്ടിയിട്ടാണ്. ഒരു ഉദ്യോഗാർത്ഥി പഠിക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ട്, ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ മേഖലയിലും എല്ലാത്തിനും അതിൻ്റെതായ കാരണം ഉള്ളതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ
നിങ്ങൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ ആത്മീയ ഓട്ടത്തിനകത്ത് നിങ്ങൾ ഓടി ജയം പ്രാപിക്കണം. രക്തം ജയം അല്ലേ? ആരെ നോക്കി ഓടണം? ആർക്കു വേണ്ടി ഓടണം? ആരുടെ പിന്നാലെ ഓടണം? നമുക്ക് ആരെയാണ് അനുഗമിക്കാൻ കഴിയുന്നത് എന്നൊക്കെയുള്ളൊരു നിലവാരം, എന്നൊക്കെയുള്ളൊരു ജീവിത ചിന്താഗതി, ചില ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ട് നമുക്ക് മുമ്പേ ഓടി അനവധി പിതാക്കന്മാരെ നാം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഫ്രൈസോ, ഇന്ന് പലരും സ്ഥിരത ഇല്ലാതാണ് ഓടുന്നത്. രക്തം ചെയ്യാൻ വലിയ അപ്പം ലോകപ്രകാരം ഓടുന്ന ഓട്ടം പോലെയല്ല നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ഓടുക എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന് വേണ്ടി നമ്മൾ ഓടുമ്പോൾ ആ പന്തയത്തിൽ ആരെല്ലാം തങ്ങളുടെ ഓട്ടത്തെ ജയത്തോടുകൂടി അവസാനിപ്പിക്കുന്നു എന്ന് സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആരെല്ലാം കർത്താവിന് വേണ്ടി ഓടുന്നു, ആരെല്ലാം പിറുപിറുപ്പ് കൂടാതെ, ഭിന്നത കൂടാതെ, ഇറച്ച കൂടാതെ, മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ആത്മീയ ഓട്ടക്കളത്തിൽ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന കിരീടം പ്രാപിക്കാൻ വേണ്ടി ഹല്ലേലൂയ ആരെല്ലാം സ്ഥിരതയോടെ ഓടുന്നു എന്നുള്ളത് നമ്മുടെ കർത്താവ് നോക്കുക. രക്തം ചെയ്യും. നിങ്ങളുടെ ഓട്ടത്തിനകത്ത് സ്ഥിരതയുണ്ടാകണം. നിങ്ങളുടെ അല്ലലുകൾ പറഞ്ഞ് നിങ്ങൾ തന്നെ പരാജയനായി മാറാതെ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന വിജയത്തെ നിങ്ങൾ കാണണം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് നൽകുന്ന സമ്മാനം എന്നൊക്കെ പറയും നിത്യജീവന. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വേദപുസ്തകം അംഗം പൊരുതുന്നതിനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ ഹല്ലേലൂയ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും പ്രാപിക്കേണ്ടത് തന്നെ. അപ്പൊ ഭൂമിയിൽ അംഗം പൊരുതി ജയിക്കുന്നവർക്കൊക്കെ കിട്ടുന്നതും വാടുന്ന കിരീടമാണ്. എന്നാൽ ആത്മീയ ഓട്ടത്തിൽ നാം ഓടി മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു വാടാത്ത കിരീടം ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ചില കഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നാലും എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ ക്ഷീണിച്ചും തകർന്നും പോകാതെ നിന്റെ ആത്മീയ ജീവിതത്തിന്റെ കർത്താവിന് വേണ്ടി ഓടി തീർക്കണം. ഹല്ലേലൂയ. നിന്റെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുക, നിന്റെ ഓട്ടത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്റെ ട്രാക്ക് തെറ്റിക്കുവാൻ വേണ്ടിയിട്ട്, നിന്റെ ഓട്ടങ്ങളിൽ നിന്ന് നിന്റെ ട്രാക്കിൽ നിന്ന് മാറ്റുവാൻ വേണ്ടിയിട്ട് പിശാച് പല പദ്ധതികളുമായി കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അതിന്റെ നടുവിൽ നീ തകർന്നു പോകാതെ, നീ ട്രാക്ക് തെറ്റാതെ ഓടി നിത്യതയ്ക്ക് വേണ്ടി ഓടിക്കണം. നിനക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ആ കിരീടത്തെ ലക്ഷ്യമാക്കി വേണം നീ ഓടാൻ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത്. ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്ന് യെശയ്യാ പ്രവാചകൻ പുസ്തകം 40:31 വായിക്കുന്നുണ്ട്. നമുക്ക് ദൈവത്തോടാണ് നമുക്ക് വലിയ ബന്ധമുള്ളത്, ലോകത്തോട് ബന്ധങ്ങളൊന്നുമില്ല. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നെങ്കിൽ ലോകക്കാരെ പോലെ ജീവിക്കാനും ലോകത്തിൽ നമ്മൾ ബന്ധം സ്ഥാപിച്ച് ആജീവനകാന്തം മുഴുവനോടെ ജീവിക്കുവാനും ഒന്നും അല്ല ദൈവം ഇവിടെ വെച്ചിരിക്കുന്നത്. ആജീവനാന്ത കാലമുള്ള ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞാൽ നമുക്കുള്ളത് നിത്യമായ സ്വർഗമാണ്. ആ നിത്യമായ സ്വർഗത്തിൽ നിങ്ങൾ എത്തണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. രക്തം ജയം. എൻ്റെ ഏരിയ പാപത്തിന്റെ വശീകരണത്തിൽ വീണ്, പാപത്തിന്റെ ശാപത്തിൽ വീണ്, ഈ ലോകത്തിന്റെ വെറുക്കൂത്തുകൾക്കകത്തകപ്പെട്ട്, ഈ ലോക ഇംഗിതങ്ങൾക്ക് വിധേയപ്പെട്ട്, ഈ ലോകത്തിന്റെ ജഡിക സുഖങ്ങൾക്ക് വേണ്ടി നീ ഓടി നിന്റെ ജീവിതം നരകത്തിലേക്ക് കൊണ്ടുപോകരുത്. ഹല്ലേലൂയ. നിനക്ക് തന്നിരിക്കുന്ന സമയം ശ്രേഷ്ഠമാണ്, ശ്രേഷ്ഠതയുള്ളതാണ്, അതിശക്തമായ നിലയിൽ നിന്റെ ആത്മജീവിതത്തെ പണിതെടുക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തളരാതെ ഓടണം. ചില ആളുകൾക്ക് ഇന്ന് രാവിലെ കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചേക്കാന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. ചില ആളുകൾ കഴിഞ്ഞ രാത്രി തന്നെ ജീവിതം അവസാനിപ്പിച്ചവരുണ്ട്. അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. സ്തോത്രം. എലിയെ തോപ്പിച്ച് ഇല്ലം ചുട്ടാൻ എലിക്ക് എന്ത് നഷ്ടമാണ്? എലി ചാടിപ്പോവും, ഇല്ലം കത്തിപ്പോന്ന് പറഞ്ഞ പോലെ നിനക്ക് തന്നെ നഷ്ടമെന്ന് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്നവർ ലോകത്തെ തോൽപ്പിച്ച്, ലോകക്കാരെ തോൽപ്പിച്ച്, നിന്റെ കുടുംബക്കാരെ വെല്ലുവിളിച്ച്, അയൽവാസികളെ വെല്ലുവിളിച്ച് നീ നിന്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞാൽ ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. താൽക്കാലിക ചെറിയ ദുഃഖങ്ങളുണ്ടെങ്കിലും പിന്നെ അതൊക്കെ മറന്നു. പക്ഷെ നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ നിത്യജീവന, നിന്റെ ജീവിതത്തെ നീ നഷ്ടപ്പെടുമ്പോൾ നിനക്ക് നഷ്ടപ്പെടുന്ന നിന്റെ നിത്യജീവനാണ്. നിന്റെ നഷ്ടപ്പെടുന്ന നിത്യജീവൻ എന്ന് പറയുന്ന നിത്യ നരകത്തിലേക്ക് പോവുകയാണ്. നിനക്കൊരിക്കലും സ്വസ്ഥതയില്ല. ഹല്ലേലൂയ. സ്വസ്ഥതയില്ലാതെ കെടാത്ത പുഴു, ചാകാത്ത പുഴുവുമുള്ള, കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള ഹല്ലേലൂയ ആ സ്തോത്രം, ആ അനുഭവത്തിൽ നീ ചെന്ന് ചാടും.
നരകമെന്നൊക്കെ പറയുന്നത് നരകക്കടല, നരകാഗ്നിയ, നരകത്തിൻ്റെതായ അധിപന്മാർ അവിടെ കിടക്കിയ സകല ദുഷ്ടനും കായിനടക്കമുള്ള സകല സാത്താന്റെ സന്തതികളോടെ കിടക്കുമ്പോൾ നീ അതിലേക്ക് ചെന്ന് ചാടുകയാ. എന്നെ കേൾക്കുന്ന മാതാവേ, ഈ ലോകത്തിലെ താൽക്കാലികമായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിന്റെ ജീവിതത്തെ നീ ഒടുക്കിക്കളയരുത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം അക്കാലത്തെ ഒളിമ്പിക്സ് കളിയിൽ എന്ന് പറയുക, പൗലോസിന്റെ കാലഘട്ടത്തിൽ ആദിമസഭയുടെ അല്ലെങ്കിൽ ആ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ അക്കാലത്ത് ഒളിമ്പിക്സുകളിൽ വിജയിക്കുന്നവർക്ക് കിട്ടിയിരുന്നത് അല്ലെങ്കിൽ വാടിപ്പോകുന്ന ഒലിവിലകൾ കൊണ്ടുള്ള കിരീടമായിരുന്നു. അല്ലെങ്കിൽ കിരീടമായിരുന്നു. വേറെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ അവർക്ക് കിട്ടുമായിരുന്നു. എന്നാൽ കിരീടം വാടുന്നതായിരുന്നു. കർത്താവ് നമുക്ക് തരുന്ന കിരീടം ഒരു നാളും വാടിപ്പോകാത്തതാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ലഭിക്കുന്ന ഒലിവിലകൾ കൊണ്ട് തുന്നിയുണ്ടാക്കിയ കിരീടമായിരുന്നു അന്നത്തെ ഒളിമ്പിക്സിന് കൊടുത്തുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അത് വാടിപ്പോകുന്നതായിരുന്നു. എന്നാൽ ആത്മീയ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നാം ഈ ആത്മീയ ഓട്ടത്തിൽ നാം കർത്താവിന് വേണ്ടി ഓടി ഓട്ടം തയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കിരീടം ഒരിക്കലും വാടാത്ത കിരീടമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, നിങ്ങളും അല്ലെങ്കിൽ വാടിപ്പോകാത്ത കിരീടത്തിന് വേണ്ടി ഓടി ജയിക്കണം. വിജയ ശ്രീലാളിതനായി നീ ദൈവസന്നിധി നിൽക്കണം. ഹല്ലേലൂയ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം ആത്മാക്കളെ നേടുന്നവരായിരിക്കണം നിങ്ങളുടെ ജീവിതം. ആത്മാക്കളെ അല്ലെങ്കിൽ പാപത്താൻ നിറയപ്പെട്ട് ശാപത്താൻ നിറയപ്പെട്ട് ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വീണ് ഈ ലോകത്തിന്റെ അന്ധകാരത്തിൽ മദ്യത്തിനും മയക്കുമരുന്ന് ഇവിടുത്തെ ചെട്ടിക്ക് വ്യഭിചാര പരസംഗ ദുഷ്കാമ ദുഷ്പ്രവൃത്തികൾക്കകത്ത് നീ വീണ് നീ പോകരുത്. ഹല്ലേലൂയ. ഇവിടുത്തെ മതത്തിന്റെ പിന്നാലെ രാഷ്ട്രീയത്തിന് പിന്നാലെ ഓടി നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയാതെ എന്നെ കേൾക്കുന്ന മാതാപി പിതാവ് നീ കർത്താവിന് വേണ്ടി ഓടണം. നിന്റെ മക്കളെ കർത്താവിന് വേണ്ടി ഓടിക്കുവാൻ നീ തയ്യാറാകണം. ആത്മീയ ഓട്ടത്തിലൂടെ ട്രാക്ക് തെറ്റാതെ നീയും നിന്റെ കുടുംബവും ഓടണം. യോശുവ പറഞ്ഞപ്പോഴാണ്, ഞാനും എന്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കും. ആമേൻ. ട്രാക്ക് തെറ്റാതെ കൃത്യമായി ഓടി വന്ന വ്യക്തിയായ യോശുവയും കുടുംബവും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ, മുമ്പിലോ പിമ്പിലോ നോക്കാതെ, കഴിഞ്ഞകാല ജീവിതത്തിന്റെ പലതിനെ നീ തിരിഞ്ഞു നോക്കാതെ, ഹല്ലേലൂയ, ലോകത്തിന്റെ ഭാര്യ പിന്നോട്ടം തിരിഞ്ഞു നോക്കി ഉപ്പ് തൂണായി പോയതുപോലെ നീ പിന്നോട്ട് തിരിഞ്ഞു നോക്കാതെ നിനക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. ആമീൻ, സ്തോത്രം. ദൂതന്മാർ ലോത്തിനോടും കുടുംബത്തും നീ ഓടിപ്പോ സോതം വിട്ട് ഓടിപ്പോവുക, പർവ്വതത്തിലേക്ക് ഓടുക. പക്ഷെ സോതം വിട്ടോടിയ നാളിൽ ഹല്ലേലൂയ, സോതോമിന്റെ മനോഹാരിത കണ്ട് തിരിഞ്ഞു നോക്കിയ ലാസം സ്തോത്രന്റെ പുറകോട്ട് നോക്കിയ ലോത്തിന്റെ ഹല്ലേലൂയ ഭാര്യയ്ക്ക് പർവ്വതത്തിലേക്ക് ഏറ്റുവാൻ കഴിഞ്ഞില്ല. പ്രൈസ്. അതേ സമയത്ത് നമുക്കറിയാം ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നാം എവിടെ ഓടി പരാജയപ്പെടാൻ ആമേൻ ദൈവം അനുവദിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ഓടി പരാജയപ്പെടാൻ സാത്താൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന കിരീടങ്ങളെ കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലോകം തരുന്ന വാടുന്ന കിരീടമാണെങ്കിൽ ദൈവം തരാത്ത വാടാത്ത കിരീടമാ. വേദപുസ്തകത്തിൽ 5 തരം കിരീടങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് വിവരിക്കാൻ സമയമില്ല. ദൈവം നമുക്ക് ഒന്നും വാടാത്ത കിരീടമാണ്. എന്നാൽ വാടാത്ത കിരീടം എന്തിനാണ് കിട്ടുന്നത്? വഞ്ചന ആചരിക്കുന്നവർക്ക്. അതാണ് നമ്മൾ വായിച്ചത്. പുരലേഖനം 9:25. സകലത്തിൽ വർജിക്കണം. ഈ ലോകത്തിന് എല്ലാ സുഖലോലുപങ്ങളെയും നമ്മൾ വർജനം ചെയ്ത് ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കുമ്പോൾ ലഭിക്കുന്ന വാടാത്ത കിരീടം. രണ്ടാമത്തേതാണ് ആ പ്രശംസാ കിരീടം. പ്രശംസാ കിരീടം എന്ന് പറഞ്ഞത് ആത്മാക്കളെ നേടുന്നവർക്ക് കിട്ടുന്നതാണ്. ആത്മാക്കളെ നേടുന്നവർക്ക് ലഭിക്കുന്നതാണ് പ്രശംസാ കിരീടം എന്ന് 1 തെസ്സലോനിക്ക ലേഖനം 2:19 പറയുന്നുണ്ട്. മൂന്നാമത്തെ കിരീടമാണ് നീതിയുടെ കിരീടം. അത് കർത്താവിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ടവർക്ക് ലഭിക്കുന്നതാണ്. 2 തിമോത്തിയോസ് 4:8 പൗലോസ് പറയുന്നത്. നാലാമത്തെ കിരീടം ജീവന്റെ കിരീടമാണ്. ഹല്ലേലൂയ. പരീക്ഷ സഹിക്കുന്നവർക്കാണ്. യാക്കോബിന്റെ ലേഖനം 1:12 കാണുന്നുണ്ട്. ഹല്ലേലൂയ. 5-ാമത്തെ കിരീടം എന്നൊക്കെ പറയുന്നത് തേജസ്സിന്റെ കിരീടമാണ്. ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നവർക്ക് കിട്ടുന്നതാണ്. 1 പത്രോസ് ലേഖനം 5:4 കാണും. നാം ഏത് കിരീടം വേണേലും പ്രാപിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന കിരീടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി ഓടി തീർന്നവിടെ ഓട്ടം തികയ്ക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഈ 5 വിധമായ കിരീടങ്ങളിൽ നമുക്ക് അവകാശപ്പെട്ടത് അവൻ നമ്മുടെ തലവിൽ ചൂടിക്കുന്നവനാം.
എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഈ ലോകം നമുക്ക് ശാശ്വതമല്ല, ഈ ലോകം നമുക്ക് അനുകൂലമല്ല, ഈ ലോകം നമുക്ക് എന്നും പ്രതികൂലമാണ്. ഇവിടുത്തെ ജനം പ്രതികൂലമാണ്, ഇവിടുത്തെ നിയമങ്ങൾ പ്രതികൂലമാണ്, ഇവിടുത്തെ അധികാരങ്ങൾ പ്രതികൂലമാണ്, രാഷ്ട്രീയക്കാർ പ്രതികൂലമാണ്, മതങ്ങൾ പ്രതികൂലമാണ്. അനുകൂലമായി ഈ ഭൂമിയിൽ നമുക്കൊന്നുമില്ല. അതുകൊണ്ട് ലോകത്തിന്റെ ദിശയിലേക്ക് നിന്റെ ചിന്തകൾ വിട്ട് നീ ഓടി തകർന്നു പോകാതെ നിന്റെ ആത്മീയ ജീവിതത്തെ നീ ഓടി തികയ്ക്കണം. രക്തം ചെയ്യും. പലരും ജീവിതം മടുത്തു, കുടുംബജീവിതം മടുത്തു, ഭാര്യ ഭർത്ത ജീവിതം മടുത്തു, മക്കളെ കൊണ്ട് മടുത്തു, ഭാര്യയെ കൊണ്ട് മടുത്തു, ഭർത്താവിനെ കൊണ്ട് മടുത്തു, അമ്മായിയമ്മയെ കൊണ്ട്, മരുമക്കളെ കൊണ്ട് മടുത്തു. ജീവിതത്തിൽ കടങ്ങൾ, കെടികൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, മാരകമായ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ബിസിനസ് തകരുമ്പോൾ, കൃഷി നഷ്ടമാകുമ്പോൾ, ജീവിതം വലിയ ഓരോ നിലയിലും തകർച്ച വരുമ്പോൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ക്ഷീണിക്കാറുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ മനസ്സുകൊണ്ട് നീ ക്ഷീണിച്ചു പോകാതെ നീ എഴുന്നേറ്റ് മുമ്പോട്ട് ഓടണം. ഹല്ലേലൂയ. ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടു പോയേക്കാം, സങ്കടപ്പെട്ടു പോയേക്കാം, ഒരു എല്ലാം നിനക്ക് നഷ്ടമായേക്കാം. നീ ജീവിതത്തിൽ സന്തോഷിച്ച പല സമയങ്ങളിലും നിനക്ക് നഷ്ടപ്പെട്ട് നീ വിജനതയുടെ നടുവില് ഒറ്റയ്ക്കായിരുന്നേക്കാം. ഹല്ലേലൂയ. നാളെ എന്ത് ചെയ്യും, അടുത്ത നിമിഷം എങ്ങനെ ജീവിക്കും, ഞാനും എന്റെ മക്കളും എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാവേ പിതാവേ, ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ള ശക്തമായ ദൂത്, നീ ഇതൊന്നും കണ്ട് പുറകോട്ടും തിരിഞ്ഞു നോക്കാതെ മുമ്പോട്ട് നീ ലക്ഷ്യത്തിലേക്ക് കുതിക്കണം. ഒരുപക്ഷെ എന്റെ ഭർത്താവ് മദ്യപാനിയായിരിക്കാം, നിന്റെ ഭർത്താവ് ജടിക ജീവിതം നയിക്കുന്നവനായിരിക്കാം, നിന്റെ ഭാര്യ ജടിക ജീവിതമായിരിക്കും, നിന്റെ മക്കൾ നിന്നെ അനുസരിച്ചെന്ന് വരത്തില്ല. ദേശം മുഴുവൻ നിനക്ക് എതിരായി മാറിയാലും ഹല്ലേലൂയ, നിനക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ നീ ഓടണം. ഹല്ലേലൂയ. ലോകത്തെ നോക്കരുതേ, ലോകക്കാരെ നോക്കരുതേ, നിന്റെ അയൽവാസികളെ നോക്കരുതേ, നീ ക്രിസ്തുവിനെ തന്നെ നോക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തനുമായിരിക്കുന്ന യേശുവിനെ നോക്കി നിന്റെ ഓട്ടം തെറ്റാതെ നീ ഓടണം. രക്തം ചെയ്യും. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പ്രസംഗിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വചനമാ. എങ്കിലും നമ്മൾ പലപ്പോഴും തളരുവാൻ സാധ്യതയുണ്ട്, നമ്മൾ പലപ്പോഴും ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്. നാം എത്ര ശ്രേഷ്ഠമായി നിന്നാലും, എത്ര ധൈര്യത്തോടു കൂടി മുന്നോട്ട് കുതിക്കണമെന്ന് പറഞ്ഞ് നിന്നാലും ചില സാഹചര്യങ്ങളിൽ നമ്മുടെ കാലുകൾ ഇടറാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അത് നിന്റെ കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി, കാലുകൾ ഏറെക്കുറെ ഇടറി വീഴുമെന്ന് നിനക്ക് തോന്നിയാലും യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ. അതേ സ്നേഹിത, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്, നീ പതറിപ്പോകരുത്. നിനക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെ കുറിച്ച് മാത്രമേ നീ ചിന്തിക്കാവുള്ളൂ. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ അനേകർ ഈ ആത്മീയ ഓട്ടത്തിൽ ക്ഷീണിച്ച് അവശരായി തീർന്നു വീഴുന്നു. അനേകർ ഈ ആത്മീയ ഓട്ടങ്ങളത്തില് ക്ഷീണിച്ച് അവശരായി വീഴുന്നു. ഹല്ലേലൂയ. മതി കർത്താവേ, എന്റെ ആത്മാവിനെ എടുത്തു കൊള്ളണമേ എന്ന പ്രവാചകനായ ഏലിയാവ് ഇസബേലിന്റെ പിറുവിറുപ്പിനെ ഭയന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്ക് ദൂരെ യാത്രയുണ്ട് ഏലിയാവേ. ഹല്ലേലൂയ. അത് ഇസബേലിനെ പോലെ ചില സാത്താൻ ശക്തികൾ നിനക്ക് നേരെ എഴുന്നിട്ട് നിന്റെ നേരെ ഭീഷണി ഉയർത്തിയേക്കാം. ഹല്ലേലൂയ. അതൊന്നും കണ്ടിട്ട് നീ ഓടരുത്. കർത്താവ് നിനക്ക് ദൂരെ യാത്രയുണ്ട്. സുവിശേഷ വേലയിൽ, സുവിശേഷ ഘോഷണത്തിനകത്ത് പലരും നിന്നോട് പറയും, ഈ ദേശത്തിനെ കണ്ടുപോകരുത്, ഈ ദേശം വിട്ടു പോകണം, നിന്റെ മുഖവിനി ഞങ്ങളുടെ മുമ്പിൽ കണ്ടുപോകരുത്, നിന്നെ ഈ ദേശത്ത് വേണ്ട, നിന്നെ ആട്ടി ഓടിക്കത്തക്ക നിലയിൽ സാത്താൻ ശക്തികൾ, ജാതീയ ശക്തികൾ നിനക്ക് നേരെ എഴുന്നേറ്റ് വരുമ്പോൾ അതിനു മുമ്പ് നീ വീണ് പോകരുത്. ശ്രോതാവേ, നിന്നെ വിളിച്ചവൻ ദൈവമാണ്, നിന്നെ വിളിച്ച് വേർതിരിച്ച കർത്താവാണ്. അതുകൊണ്ട് വിളിച്ചവനെ മാത്രമേ നീ നോക്കാവുള്ളൂ. ലോകം പലതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ഇന്നത്തെ സുവിശേഷത്തെ കണ്ടതില്ല, ചില വ്യക്തികളൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നേ. ദൈവത്തിന്റെ വചനം ദേശത്ത് വിളിച്ചു പറയുമ്പോൾ, ദൈവവചനം നാട്ടിൽ വിളിച്ചു പറയുമ്പോൾ അതിനെ കണ്ടിട്ട് ആക്രോശത്തോടെ കടന്നു വന്ന് തീ തുപ്പുന്ന കുറെ ചെകുത്താന്റെ സ്വഭാവമുള്ളവരുണ്ട്. ഹല്ലേലൂയ. തീ തുപ്പുന്ന ചെകുത്താൻ സ്വഭാവമുള്ളവർ ഈ ലോകത്തിൽ നമുക്കറിയാം. കള്ളുകുടിച്ച്, വെണ്ടുപിടിച്ച്, തെറിപറഞ്ഞ്, ചീത്ത പറഞ്ഞ്, അസഭ്യം പറഞ്ഞ്, പിടിച്ചു പറിച്ച്, മോഷ്ടിച്ച്, കൊലപാതകം ചെയ്ത്, വാണിപ്പം ചെയ്ത്, ഏത് അടിപിടി ഉണ്ടാക്കി നടന്നാലും അതിന് യാതൊരു കുഴപ്പമില്ല. കള്ളുകുടിച്ച് മൂസായി മതമത്തനായി ഉടുത്ത തുണി തലയ്ക്ക് പറിച്ചു കെട്ടി രണ്ട് കൈയിലും കത്തിയുമായി, രണ്ട് കൈയിലും കല്ലുമായി നിന്നുകൊണ്ട് എന്ത് ആവാസത്തിനും വിളിച്ചു പറഞ്ഞാൽ ഈ ലോകത്തിലെ ജനത്തിന് യാതൊരു കുഴപ്പവുമില്ലെന്നാൽ സത്യസുവിശേഷം ജീവന്റെ വചനം വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ ചില
ചിലരുടെയൊക്കെ അങ്ങ് രോമം എഴുന്നേക്കും. എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിന്റെ രോമം എഴുന്നേറ്റ് നീ എത്ര വിറച്ചാലും നീ എത്ര ആട്ടി ഓടിച്ചാലും സുവിശേഷത്തെ ആട്ടി ഓടിക്കാൻ നിനക്ക് കഴിയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ അയച്ച ഞങ്ങളുടെ ദൈവദാസിദാസമ ദേശത്തിന്റെ നടുവിൽ സുവിശേഷം വിളിച്ചു പറഞ്ഞപ്പോൾ നീ അവർക്ക് നേരെ മുഷ്ടി ചുരുട്ടി വന്ന് നീ ആക്രോശത്തോടെ അവരുടെ ബൈബിൾ പിടിച്ചു കീറി പിടിച്ചു വാങ്ങി വലിച്ചു കീറി കളഞ്ഞ് തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ പുഴയിൽ ചെളിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ചത് നിങ്ങളുടെ ദൈവദാസന്മാർ നീ അടിച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ പിടിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ നീ നിന്റെ കുടുംബം നീ നാളുകളിലെ ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പിലാണ്. രക്തം ജയം. അതുകൊണ്ട് ഇതൊന്നും കണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഓടുന്നവരല്ല. ഞങ്ങൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഞങ്ങൾ സ്ഥിരതയോടെ ഓടും. ലോകം എന്നുണ്ടോ കർത്താവിന്റെ സഭ എന്തെടുക്കും അതുവരെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കും. നീ എത്ര വില്ലാടി വീരനായി വീരശൂര പരാക്രമിയായി നീ എത്ര നാട്ടിലെ പ്രമാണിയായി ഉന്നതനായി നിന്റെ ഉള്ളിൽ എത്ര ജാതീയ വിഷം അണലി വിഷം പോലെ തളം കെട്ടി നിന്നാലും നീ തുപ്പുന്നതിൽ അണലി വിഷം പോലെ ആണെന്ന് പറഞ്ഞാലും സുവിശേഷം വിളിച്ചു പറയും കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ആത്മീയോട്ടത്തിൽ ക്ഷീണിച്ച് അവശനായി പോകരുത്. അപ്പൊ ഏലിയാവിന്റെ ജീവിതത്തിൽ ചെറിയ തളർച്ച വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, അവൻ ചൂരച്ചെടിയുടെ തണലിൽ ചെന്ന് കിടന്ന് മരിക്കാൻ ആഗ്രഹിച്ചു കിടക്കും. കർത്താവ് കർത്താവ് പറഞ്ഞു, നീ എഴുന്നേക്ക്, നിനക്കിവിടുന്ന് ദൂരെ യാത്രയുണ്ട്. അത് ഏലിയാവിന്റെ ജീവിതത്തിൽ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്തു. വീണ്ടും നമുക്ക് ദൈവത്തിന് കാരണം ഏലിയാവിന്റെ തുടർന്നോടുവാനായി ദൈവം ഉത്സാഹപ്പെടുത്തി. ഏലിയാവിന്റെ ഓട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിമയമായ രഥങ്ങളും കുതിരകളും വന്നവനെ ഏലിയാവിനെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് ചേർക്കപ്പെടുത്തി. ഏലിയാവിന്റെ ഓട്ടത്തിന്റെ അവസാനം എന്തായിരുന്നു? ഹല്ലേലൂയ. അഗ്നിമയമായ രഥങ്ങളും കുതിരകളും കൂടി ഹല്ലേലൂയ ഏലിയാവ് എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതേ സ്നേഹിത, നമുക്ക് പ്രത്യാശ വേണം. അല്ലെങ്കിൽ സഹോദര സഹോദരി, നമുക്ക് പ്രത്യാശ വേണം. എന്നെ കേൾക്കുന്ന മാതാവി, ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിലയിലാ കയത്തിലായിരിക്കും നീ ആയിരിക്കും. നിലയിലാ കയത്തിൽ മുങ്ങി താണുകൊണ്ടായിരിക്കാം. വളരെ സങ്കടത്തിലായിരിക്കും, വളരെ കഷ്ടത്തിലായിരിക്കും, സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കാം. എന്നാലും നിന്റെ മുമ്പിൽ വെച്ച് ഓട്ടം നീ സ്ഥിരതയോടെ ഓടാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നീ ഒരിക്കലും പതറിപ്പോകത്തില്ല. അനേക ആഹാബ് രാജാവിനെ പോലെയുള്ള ഇസബേലിനെ പോലെയുള്ള പലരും നിനക്ക് നേരെ എഴുന്നേറ്റേക്കാം. അവിടെയൊന്നും നീ തളരരുത്. നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടിയിട്ടാണ്. പലരുടെ ജീവിതം സാത്താന് വേണ്ടിയിട്ടാണ്. പലരും ജീവിക്കുന്ന പിശാചിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പരിസംഖ്യത, സാത്താന് വേണ്ടി പിശാചിന് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. സൃഷ്ടാവായ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. സാത്താനി ആരാധന ദേശം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. സകല സ്ഥലങ്ങളിൽ സാത്താനി ആരാധന പെരുകി. കേരളത്തിന്റെ 14 ജില്ലകളിൽ സാത്താനി ആരാധന. മൊബൈലുകൾക്കകത്തൊക്കെ സാത്താനി ആരാധന. ലോക രാജ്യങ്ങൾ മുഴുവൻ സാത്താനി ആരാധന പെരുകി. സാത്താൻ അനേകരെ വലിച്ചു കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടില്ലേ, റഷ്യയിലെ അല്ലെങ്കിൽ സാത്താനി ആരാധന റഷ്യൻ പ്രസിഡന്റ് നിരോധിച്ചു. അവനിക്ക് കൊമ്പും വെച്ച് നാക്കം നീട്ട് നടി നീട്ടിയൊക്കെ അവൻ രൂപഭാവമൊക്കെ കെട്ടി അവൻ ഇങ്ങനെ ഇരിക്കുക. അവൻ നിന്നെ വശീകരിച്ചുകൊണ്ട് നിന്റെ രക്തം ഊറ്റി കുടിക്കും സാത്താൻ പിശാച്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, നീ നിന്റെ കുടുംബം സാത്താൻ ആരാധനയിൽ കടന്നു പോകരുത്. ആൾ ദൈവങ്ങളും പെൺ ദൈവങ്ങളും മനുഷ്യ ദൈവങ്ങളും എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരിക്കലും വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ഇസബേലിന്റെ ശക്തി ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഇസബേലിന്റെ ആരാധന പെരുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ ഇസബേലിന്റെ ശക്തി ഇസബേലിന്റെ ആരാധനയിലേക്ക് നീ പോകാതെ നീ മടങ്ങി വന്ന് യേശുവിന് വേണ്ടി നീ ഓടണം. സകലം വർജിക്കണം. അതുകൊണ്ട് കർത്താവാണ് നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണമെന്ന്. അത് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിന്റെ ഏത് കഷ്ടത്തെ മാറ്റാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നിന്റെ ഏത് പ്രതികൂലത്തെ നീക്കുവാനും യേശുവിന് കഴിയും. നീ അനുഭവിക്കുന്ന പ്രതികൂലമായ സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ നിനക്ക് കഴിയില്ലെങ്കിലും നീ കടന്നു പോകുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് നിന്നെ നടത്തുവാൻ ശക്തനാണ് ദൈവം. പൗലോസ് എന്ന് പറയുന്ന വ്യക്തി തന്റെ ജീവിതത്തിനകത്ത് ഒരുപാട് കഷ്ടനഷ്ട വേദന, ദുഃഖ, സങ്കട വേദനകൾ കടന്നു പോയിട്ടുണ്ട്. ഉപദ്രവങ്ങൾ, പീഡകളൊക്കെ പൗലോസ് ഒരുപാട് ഏറ്റിട്ടുണ്ട്. സുവിശേഷ മുഖാന്തരം പലപ്പോഴും തന്റെ ജീവൻ അപകടത്തിലായിട്ടുണ്ട്. മാത്രമല്ല, ഈ സുവിശേഷം പറഞ്ഞുകൊണ്ട് ഫിലിപ്പെ കാരാഗ്രഹത്തിൽ, റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും പൗലോസ് വിജയശ്രീലാളിതനായി നമുക്ക് ഈ ലേഖനങ്ങളൊക്കെ എഴുതി തരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവമില്ലേ?
അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം സകലത്തിനും മതിയാകുന്നു എന്ന് ഫിലിപ്പ് ലേഖനം 4:13. അതെ, നീ ഒരിക്കലും തളരരുത്. നമ്മൾ തളരുമ്പോൾ നമ്മളെ ശക്തനാക്കുന്ന ഒരു ദൈവകരമുണ്ട്. നീ ഓടി വീഴുവാൻ അല്ല ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചത്, നീ ഓടി ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഒരിക്കലും ഒരു പുസ്തകത്തിൽ വായിച്ചൊരു കഥയുണ്ട്. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പ്രസംഗിച്ചിട്ടുണ്ടെന്നായിരിക്കും എൻ്റെ അറിവ്. ഹല്ലേലൂയ, ഒരിക്കൽ ഒരു ആഫ്രിക്കയിലുള്ള ഒരു നല്ല ഓട്ട പന്തയത്തിനകത്ത് ഒരു നല്ല ഓട്ടക്കാരൻ, ഹല്ലേലൂയ, വളരെ വേഗത്തിൽ എല്ലാവരുടെയും കൈത്തട്ടലോടുകൂടി കൈമേളത്തോടുകൂടി ഓടിക്കൊണ്ടിരിക്കുക. ഇവ ശക്തമായി ഓടിക്കൊണ്ടിരിക്കുക. ജനമെല്ലാം ആമയിൽ കാലറിയുന്നു. വളരെ ആരഭാരത്തോടെ അവനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ അവൻ ഓടി ഒന്നാമതെത്തുവാൻ വേണ്ടി അവൻ ശ്രമിച്ചു. പെട്ടെന്ന് ഹല്ലേലൂയ, അവന്റെ കാല് തട്ടി അവൻ ആ ട്രാക്കിൽ വീഴുവാൻ കാരണമായി. ജനമെല്ലാം നിരാശരായി, ദുഃഖിതരായി. ഹല്ലേലൂയ, അവൻ എന്നിട്ടും ആ തറയിൽ നിന്ന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് തന്റെ ഉടുക്കിയ കാലുമായി താൻ വീണ്ടും എഴുന്നേറ്റ് ഓടുവാൻ പ്രയത്നിക്കുക. വീണിടത്ത് കിടന്ന് ഉരുളുവാനല്ല അദ്ദേഹം ആഗ്രഹിച്ചത്. അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാൻ വേണ്ടിയിട്ട് ആ വീണിടത്ത് നിന്ന് ഓടുവാൻ അദ്ദേഹം പ്രയത്നിച്ചു. കാലിൽ നല്ല വേദന, മറ്റുള്ളവരെ പോലെ ഓടുവാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. എന്നാലും ഓടി അവസാനിപ്പിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. കാലിൽ നല്ല വേദനയാണ്, മറ്റുള്ളവരെ പോലെ ഓടുവാൻ കഴിയുന്നില്ലെങ്കിലും താൻ ഓട്ടക്കളത്തിലെ ട്രാക്കിനകത്ത് ഓടി അവസാനം വരെ കാണുവാൻ ആ മനുഷ്യൻ ആഗ്രഹിച്ചു. എന്നാൽ അയാൾ അവസാനം വരെ ഓടി തീർക്കുവാനായി മെല്ലെ ഓടി. അത് ചില സമയങ്ങളിൽ ഇങ്ങനെ ചില സാഹചര്യങ്ങൾ കടന്നു വന്നേക്കാം, ചില സന്ദർഭങ്ങൾ കടന്നു വന്നേക്കാം. അവിടെ നിന്നെ തള്ളിയിടാൻ സാത്താൻ പല പദ്ധതിയുമായി വന്നേക്കാം. ഹല്ലേലൂയ, അവിടെ നീ തകർന്നു പോകരുത്. അങ്ങനെ ഹല്ലേലൂയ, ഈ മനുഷ്യൻ ആ ട്രാക്കിൽ വീണ തന്റെ ഉളുക്കിയ കാലുമായി എഴുന്നേറ്റ് ഓട്ടം നിർത്താതെ ആ ഓട്ടം ഓടി അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ജനസമൂഹത്തിൽ നിന്നും ഹല്ലേലൂയ ഒരു പിതാവ് പെട്ടെന്ന് ഓടിയ മനുഷ്യന്റെ അരികിലേക്ക് വന്ന് ആ മകന്റെ കൈ തന്റെ തോളിലേക്ക് ഏറ്റി, ഹല്ലേലൂയ, തന്റെ കൈകളെ ഹല്ലേലൂയ മകന്റെ തോളിൽ പിടിച്ചുകൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, ആ മകൻ അവസാനം വരെ ഓടുവാൻ സഹായിച്ചു. ആരാച്ചത്? ഈ പിതാവായിരുന്നു, ആ മകന്റെ പിതാവായിരുന്നു. ആ മകന്റെ പിതാവ് എന്നിട്ട് ആ മകനെ എഴുന്നേൽപ്പിച്ച് ആ മകന്റെ കരങ്ങൾ എന്ത് ചെയ്തു? തന്റെ തോളിലേക്ക് ഇട്ടു. പിതാവിന്റെ കരം മകന്റെ തോളിലിട്ട് രണ്ടുപേരും കൊണ്ട് എന്ത് ചെയ്തു? ഓടുവാൻ തുടങ്ങി. പിതാവിന്റെ സഹായം കിട്ടിക്കഴിഞ്ഞ, പിതാവിന്റെ കൈത്താങ്ങൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനെല്ലാം മറന്ന് അവൻ ഓടുവാൻ തുടങ്ങി. ഹല്ലേലൂയ, അങ്ങനെ അവസാനം വരെ ആ ഓടി ഓട്ടം തികച്ചു. ഹല്ലേലൂയ, ഒന്നോർത്ത് നോക്കിയാട്ട്. അതെ, നീ ഓടി തളരുന്ന സ്ഥാനത്ത്, ഓടി ക്ഷീണിക്കുന്ന സ്ഥാനത്ത്, ഓടി മടുത്തു എന്ന് വീഴുമ്പോൾ, നിന്നെ ട്രാക്ക് തെറ്റുമ്പോൾ, കാൽ വഴുതി വീഴുമ്പോൾ, കാൽ ഇടറി പോകുമ്പോൾ, നിന്നെ ഓട്ടക്കളത്തിൽ അയച്ചിരിക്കുന്ന പിതാവുണ്ടല്ലോ യേശു, അവൻ നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്നവനാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഓടി തളരുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്, ഓടി ഓട്ടം ജയിക്കാൻ വേണ്ടിയിട്ടാണ്. രക്തം ചെയ്യും. നിങ്ങൾ ഓടി ഓട്ടം ജയിക്കണം. നമ്മൾ ഓടി തളരാൻ വേണ്ടി പിശാച് നോക്കിയിരിക്കുക. നീ വിശുദ്ധിയിൽ ഓടിക്കൊണ്ടേയിരിക്കണം. പ്രാർത്ഥനയിൽ ഓട്ടം കുറയ്ക്കരുത്, ആരാധനയിൽ ഓട്ടം കുറയ്ക്കരുത്, വിശ്വാസത്തിൽ ഓട്ടം കുറയ്ക്കരുത്. നിന്റെ സമർപ്പണത്തിനകത്ത് ഓട്ടം തികയ്ക്കരുത്. എല്ലാ മേഖലയിലും കർത്താവിന് വേണ്ടി നീ ശക്തിയോടെ നിൽക്കണം. ഈ ലോകത്ത് നീ അനുരൂപരാകുകയെ ചെയ്യരുത്. നിനക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെ, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന കിരീടമായിരിക്കണം ശ്രോതാവി നിന്റെ ലക്ഷ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് പലരും ഓടി അവസാനിച്ചു, പലരും ഓടി ക്ഷീണിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ക്ഷീണിച്ചു പോകാതെ ഓടണം. ഹല്ലേലൂയ. നിങ്ങൾ ഓടുന്ന ഓട്ടത്തെ നമ്മുടെ പരമപിതാവ്, കർത്താവ് ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ക്ഷീണവും തളർച്ചയും ശരീര ബലഹീനതകളും നിങ്ങൾക്ക് വരുമ്പോൾ അവൻ മൗനമായി നോക്കിക്കൊണ്ടിരിക്കുകയില്ല. നിങ്ങളുടെ ഓട്ടത്തെ ഓടി അവസാനിപ്പിക്കുവാൻ അവൻ നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഓടി ക്ഷീണിക്കുമ്പോൾ, നിങ്ങളുടെ കാല് കുഴയുമ്പോൾ, കാല് വഴുതുമ്പോൾ, നിങ്ങളുടെ കൈ, ശരീരം കുഴയുമ്പോൾ, നിങ്ങൾ വീഴട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നവനല്ല. എവിടെയാണ് നിനക്ക് വീഴ്ച വരുന്നത്, എവിടെയാണ് നിനക്ക് പരാജയം വരുന്നത്, അതിന്റെ നടുവിലേക്ക് ഒരു നല്ല സുഹൃത്തിനെ പോലെ, നല്ല സ്നേഹിതനെ പോലെ, നല്ല ജ്യേഷ്ഠനെ പോലെ, ഒരു നല്ല പിതാവിനെ പോലെ ഇറങ്ങി വന്ന് നിന്നെ ശക്തിപ്പെടുത്തുമെന്നവനാണ് ദൈവം.
അല്ലേലിയ. അത് നിനക്ക് ശക്തി തരുന്നത് ദൈവമാണ്. അല്ലേലിയ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കാലം ഇനി അധികമില്ല, ഈ ലോകത്ത് സമയം ഇനി അധികമില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവേറ്റും ആസന്നമായിരിക്കുന്ന കാഹളത്തിലേക്ക് സമയമായി തന്റെ വിശുദ്ധ സഭയെ ചേർക്കാൻ യേശു കാഹളനാദത്തോടെ മധ്യാകാശത്തിൽ വരുമ്പോൾ നാം ഓടി തളർന്നവരായി കാണാതെ ഓടി വിജയശ്രീലാണ് ഇതിനായി നിൽക്കണമെങ്കിലേ നമുക്ക് തേജസ് പ്രാപിക്കാൻ കഴിയുള്ളൂ. രക്തജയം. നമ്മൾ ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനൊക്കെ പറഞ്ഞത്. ഹല്ലേലൂയ. പൗലോസിന്റെ ഓട്ടക്കളത്തെ കുറിച്ച് പൗലോസ് പറയുന്നത് ഇപ്രകാരമാ. 2 തിമോഥെയോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ കാണും. 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. പൗലോസ് പറയുന്നത് ഇപ്രകാരമാണല്ലോ, ഞാൻ നല്ല പോര് ഓട്ടം തികച്ചു എന്ന്. ഹല്ലേലൂയ. അതേക്കുറിച്ച് സ്നേഹിത, നമ്മൾ കർത്താവിന് വേണ്ടി എപ്രകാരമാണ് ഓടുന്നതെന്ന് കർത്താവ് നമ്മെ ശക്തമായി ഉപയോഗിക്കുക. 2 തിമോഥെയോസ് ലേഖനം 4-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ സ്തോത്രം 6, 7, 8 വാക്യങ്ങൾ എങ്ങനെയാണ്? ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. പൗലോസ് ഞാനും ഇപ്പോൾ പാനിയാകുമ്പോൾ എന്റെ നിര്യാണ കാലം എടുത്തിരിക്കുക. പൗലോസ് എന്നിട്ട് പൗലോസ് പറയാണ്, അല്ലെങ്കിൽ എടുത്തിരിക്കുന്നു. ഞാൻ നല്ല പൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതി നീതിയുടെ ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അത് നമ്മൾ പൗലോസിനെ പോലെ ഓട്ടുകൂടി തേക്കണം. ആ നല്ല നീതിയുടെ കിരീടം, ആ വാടാത്ത കിരീടം, വലിയ തേജസ്സിന്റെ കിരീടം, ആ പ്രശംസയുടെ കിരീടം ഹല്ലേലൂയ നമ്മൾ പ്രാപിക്കാൻ വേണ്ടി ഓടണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകക്കാരെ നീ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അല്ല നീ നിന്റെ ആത്മജീവിതത്തെ അവര് കാണും, ഇവര് കാണും, അവർ കണ്ടാൽ എന്ത് പറയും, ഇവര് കണ്ടാൽ എന്ത് പറയും, കുടുംബം നഷ്ടമാകും, കുടുംബ ജീവിതം എല്ലാവരും എന്നെ വെറുപ്പ് നിന്ദിക്കും എന്നൊക്കെ പറഞ്ഞല്ല നീ പോകേണ്ടത്. ആര് നിന്നെ വെറുത്താലും, ആര് നിന്നെ മാറ്റി നിർത്തിയാലും നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ചെന്നിന് ചേർത്ത് പിടിക്കുന്നത് യേശുണ്ട്. നിന്റെ വീഴ്ചയിൽ പലരും നിന്നെ തള്ളിക്കളയുമ്പോൾ നിന്നെ വീഴാതെ വണ്ണം താങ്ങി നിർത്തുവാൻ കഴിയുന്ന ഒരുവനുണ്ടെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രോതാവേ, നീ കർത്താവിന് വേണ്ടി ഓടണം. പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പൊരുത് ഓട്ടം തികച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ ഓട്ടം തികയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഓട്ടക്കളത്തിൽ ട്രാക്ക് തെറ്റി വീണ് കിടക്കുകയാണോ? കാലിടറി കിടക്കുകയാണോ? വഴുതി വീണ് കിടക്കുകയാണോ? ഓടി തളർന്ന് കിടക്കുകയാണോ? നിരാശിതനാണോ? നീ ദുഃഖിതനാണോ? ആണെങ്കിൽ ഇന്ന് പകൽ നീ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി ട്രാക്ക് തെറ്റാതെ നീ നേരെ ഓടി തുടങ്ങുമ്പോൾ അവൻ നിനക്ക് മുമ്പിൽ പാതകൾ തെളിക്കുന്നവനാണ്, വഴി തെളിക്കുന്നവനാണ്. ഹല്ലേലൂയ. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേലത്തെ കുറിച്ച് നമുക്കറിയാം. അവർ പിന്നോക്കം നോക്കുമ്പോൾ ഫറവോനും സൈന്യവും വരികയാണ്. 600 ഇരുമ്പ് രഥങ്ങളും കുതിരകളും കുതിരക്കുളമ്പടി നാദത്തോടെ ഇരുമ്പ് രഥങ്ങളുടെ ശബ്ദത്തോടെ കാതടപ്പിക്കുന്ന ശബ്ദത്തോടു കൂടി ഫറവോനും സൈന്യം പിന്നിൽ നിന്ന് മുമ്പിലോട്ട് നോക്കിയപ്പോൾ ചെങ്കടലാണ്. അവർക്ക് മനസ്സിലായി, ഇനി ഞങ്ങൾക്ക് യാതൊരു രക്ഷയില്ല, മുമ്പിലോട്ട് പോകാൻ യാതൊരു വഴിയുമില്ല. എന്നാൽ ദൈവം എന്ത് ചെയ്തു? മോശെ എന്ന മനുഷ്യൻ നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് ചെങ്കടലിൽ നീട്ടു മോശെ. അങ്ങനെ മോശ തന്റെ കയ്യിൽ വെച്ച് വടിയെടുത്ത് ചെങ്കടലിൽ നീട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവം ഒരു കിഴക്കാറ്റടിപ്പിച്ചു. മാത്രമല്ല, ആ ചെങ്കടലിനെ ദൈവം 2ആയിട്ട് വേർതിരിച്ച് ചിറ പോലെ നിർത്തി, വലിയ മതിൽക്കെട്ട് പോലെ നിർത്തി. അതിന്റെ നടുവിൽ പെരുവഴി കൊണ്ട് തല്ലൊരു ആ വഴിയോട് ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ഓട്ടം മിസ്രയീമിൽ ഓടിയ ഓട്ടം മുസ്ലിമെന്ന് പുറപ്പാട് അവർ ചെങ്കടൽ കടന്നതുപോലെ ദൈവം തക്ക സമയത്ത് നിനക്ക് വഴികൾ തുറക്കുന്നവനാണ്, വാതിലുകൾ തുറക്കുന്നവനാണ്. പുറപ്പാട് ദിവസം 14 വായിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. അതെ, നീ അടഞ്ഞ വഴികളെ ദൈവം നിനക്ക് മുമ്പിൽ തുറക്കും. തടസ്സമായ വഴികളെ ദൈവം നിനക്ക് മുമ്പിൽ തുറക്കും. മുള്ളും പറക്കാരെയും കൊണ്ട് നിറയപ്പെട്ട ആ നിലത്തെ ദൈവം നിനക്ക് ശ്രേഷ്ഠമായിട്ട് തരും. നിന്റെ കാലിടറാതെ, കാല് വഴുതി പോകാതെ ഇസ്രായേൽ മക്കളെ 40 വർഷം മരുഭൂമിയിൽ തീറ്റിപ്പോറ്റൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ഒറ്റപ്പെട്ട അനുഭവത്തിന് നിന്നെ പോറ്റി പുലർത്തുവാൻ ദൈവശക്തനാം. ഹല്ലേലൂയ. നീ ഒരിക്കലും വാടി വീഴരുത്, തളർന്നു പോകരുത്. നീ ഒറ്റയാണ്, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഇനി എനിക്ക് ജീവിക്കേണ്ട, മാതി ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും മരിക്കാൻ പോവുകയാണെന്ന് നീ പറഞ്ഞ് നിരാശയുടെ വാക്കുകൾ പറഞ്ഞിരിക്കുകയാണോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ നിന്റെ കുഞ്ഞും മരിക്കണ്ട, നിന്റെ കുഞ്ഞിനെയും സംരക്ഷിപ്പാൻ യേശു ആഗ്രഹിക്കുന്നു. ഒരു ഭർത്താവ് തന്നതിനേക്കാൾ വലിയ സ്നേഹം, ഒരു പിതാവ് തന്നതിനേക്കാൾ വലിയ സ്നേഹം, നിന്റെ കുടുംബത്തിന് ഉറ്റ ഒരു ഉടയവന് നിനക്ക് തന്നതിനേക്കാൾ ശ്രേഷ്ഠമായി
ശ്രേഷ്ഠമായ മാധുര്യമേറിയ സ്നേഹം യേശു നിനക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. ആ ജീവനാന്ത കാലം നിനക്ക് ജീവിക്കുവാൻ നീ പറ്റി പോകാതെ, നീ താളടിയായി പോകാതെ, നിന്നെ നിന്ദിച്ചോടെ മധ്യേ നിന്നെ തലമുടിക്കേണ്ടി വന്ന സ്ഥാനത്ത് നിന്റെ തല ഉയർത്തി നിന്ദിച്ചവർ മധ്യം മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചിട്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോടൊക്കെ പറയുന്ന ദൂത്, നിന്റെ തകർച്ചയിൽ ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്. അല്ലേലിയ, സ്തോത്രം പറഞ്ഞേട്ടനെ. ദൈവം നിന്നെ മാനിക്കാൻ പോവുക, ദൈവം നിന്നെ ഉയർത്താൻ പോവുക. നിന്റെ കഷ്ടനഷ്ട വേദനകൾ, ഒറ്റപ്പെട്ട രാവുകൾ എത്രേ, ഒറ്റപ്പെട്ട പകലുകൾ എത്രേ. ഓരോ ദിവസവും നീ തള്ളി നിൽക്കുകയാണെന്ന് പറഞ്ഞില്ലേ? ഓരോ ദിവസം അങ്ങ് ജീവിച്ചു പോവാന്ന് പറഞ്ഞില്ലേ? ഞാൻ ജനിച്ചു പോയില്ലേ, ജീവിക്കട്ടെ, മരിക്കാൻ ഒക്കോ എന്ന് ചോദിക്കുന്ന മാതാവേ പിതാവേ, അങ്ങനെ നീ പരാജയത്തിന്റെ വാക്കുകൾ പറയേണ്ട. നിനക്ക് മുമ്പിൽ നിന്റെ വലം കൈപിടിച്ച് നടത്തുവാനൊരു ദൈവമുണ്ടെന്നല്ലേരിയ. അവൻ നിന്നെ വെറുതെ അല്ല ഈ ഭൂമിയിലേക്ക് അയച്ചത്. ചില ശോധനകളും പരിശോധനകളും വരുമ്പോൾ അവൻ മാറി പോകുന്നവനല്ല, അവൻ നിന്നെ അനാഥനായി വിടുന്നവനല്ല. അല്ലേലൂയ. മടങ്ങുവാ, നീ യേശുവിലേക്ക് മടങ്ങുവാ. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. രക്തജയം വിശ്വസിക്കെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ട്. അപ്പം ക്രിസ്തീയ ജീവിതം തന്നെ ഒരു ഓട്ടപ്പന്തയമാണ്. അല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ ഫിലിപ്പി ലേഖനം 3:14 ഞാൻ ലാക്കിലേക്ക് ഓടുന്നു എന്ന് പൗലോസ് ആമേൻ പറയുന്നതിന്റെ കാരണം അത് തന്നെയാണ്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നു മുമ്പിലേക്ക് ആഞ്ഞുകൊണ്ട് പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു എന്ന് പൗലോസ് പറയുന്നതിന്റെ കാരണം അത് പിന്നിലുള്ളതിനെയൊക്കെ നീ മറക്കണം. നീ പിന്നിലേക്ക് നോക്കിയാൽ നിന്നെ ഭാരപ്പെടുത്തുന്ന, നിന്നെ സങ്കടപ്പെടുത്തുന്ന ഒരുപാട് സാഹചര്യങ്ങൾ കാണാം. പക്ഷെ പിന്നിലുള്ളതിനെ നീ മറന്നിട്ട് മുമ്പിലേക്ക് നീ നോക്കിക്കൊണ്ട് നീ ഓടണം. നിന്റെ നീ പൗലോസ് സകലം ചപ്പും ചവറവും നെണ്ടിയതുപോലെ നീ സകലത്തെയും ചപ്പും ചവറവും നെണ്ടിക്കൊണ്ട് നീ ഓടണം. ആദിമസഭയുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഭക്തന്മാർ വിശ്വാസത്താൽ യാത്ര ചെയ്ത് വിശ്വാസത്തിൽ ഓടി ഓട്ടം തികച്ചവരാണ്. നമുക്ക് മുമ്പിൽ കടന്നുപോയി അനുഭൂതി പിതാക്കന്മാരും വിശ്വാസ ഓടി ജയിച്ചവരാണ്. ഇന്നത്തെ പോലെയുള്ള സാഹചര്യങ്ങളിൽ ഇന്നത്തെ പോലെ പണമില്ല, ഇന്നത്തെ പോലുള്ള സമർത്ഥമായ അനുഭവങ്ങളൊന്നുമില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളുടെ പിതാക്കന്മാർ പട്ടിണി, ദുരിതവും ദുഃഖം, കണ്ണുനീരും അനുഭവിച്ച് ഇടാൻ ചെരുപ്പില ഒന്നുടുക്കും വസ്ത്രമില്ല, 4 നേരം കഴിക്കാൻ ഭക്ഷണമില്ല, 4 നേരം 3 നേരം 2 നേരം പോലും കഴിക്കാൻ ഭക്ഷണമില്ലാതെ, നല്ല കറികളില്ലാതെ, അല്ലെങ്കിൽ നല്ല കൊടയില്ല, നല്ല വസ്ത്രമില്ലാതെ, ഇന്നത്തെ പോലെ പെർഫ്യൂം, ഇന്നത്തെ പോലെ വാഹനമില്ലാതെ കിലോമീറ്ററോളം നടന്ന് സുവിശേഷം അറിയിച്ച നമ്മുടെ ഭക്തന്മാർ പിതാക്കന്മാരുണ്ട്. അവർ ഓട്ടം തികച്ചവരാണ്. അവർ ഓടി മടുത്തവരല്ല. അവർ ഓട്ടം തികച്ച പൗലോസിനെ പോലെ നീതിയുടെ കിരീടാവകാശികളായി എന്നവർ വിശ്രമിക്കുകയാണ്. കർത്താവിന്റെ വരവെങ്കിൽ അവരെല്ലാം ഉയർത്തിയതൊക്കെ സ്വതാവി. അന്ന് നീതിയുടെ കിരീടം, തേജസ്സിന്റെ കിരീടം, വാനാത്ത കിരീടം, പ്രശംസാ കിരീടം കർത്താവ് സ്വതമല്ലേ അത് അവർ പ്രാപിക്കുമ്പോൾ നമ്മളും ആ കൂട്ടത്തിലുണ്ടായിരിക്കണം. രക്തം ചെയ്യും. അതുകൊണ്ട് നമ്മൾ തളരാൻ പാടില്ല. ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവസനയിലെറിയ പലപ്പോഴും ഓടി ജയിപ്പാൻ കഴിയാത്ത നിലയിൽ, നമ്മെ തകർക്കത്തക്ക നിലയിൽ നമ്മെ മാനസികമായി തകർക്കുന്ന അനവധി വിഷയങ്ങൾ വന്നേക്കാം. ഹല്ലേലൂയ. സ്ഥിരതയോടെ ഓടാൻ നിൽക്കുന്ന നിന്റെ ജീവിതത്തിൽ നിന്നെ മാനസികമായി തകർക്കുന്ന അനവധി വിഷയങ്ങൾ, ശാരീരികമായി തകർക്കുന്ന അനവധി വിഷയങ്ങൾ, സാമ്പത്തികമായി തകർക്കുന്ന ചില വിഷയങ്ങൾ, അങ്ങനെ നിന്നെ നിന്ദിക്കുന്ന, അപമാനിക്കുന്ന, പരിഹസിക്കുന്ന, പരിഹാസത്തിന്റെ വാക്കുകൾ, നിന്ദിയുടെ വാക്കുകൾ, അപമാനത്തിന്റെ വാക്കുകൾ പലപ്പോഴും നിനക്ക് നേരെ വന്നാക്കാൻ ചെയ്യാത്ത കുറ്റം പോലും നീ ചെയ്തു എന്ന് പറഞ്ഞ് ലോകം നിന്നെ അപമാനിച്ചേക്കാം. ഹല്ലേലൂയ. അവിടെയൊന്നും നീ തകർന്നു പോകരുത്. ഹല്ലേലൂയ. നീ നിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ഞാൻ ഈ ആത്മീയജീവിതത്തിൽ ഈ ദേശത്ത് വന്നിട്ട് നമ്മൾ പറയാത്തതും ചെയ്യാത്തതുമായ അനവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തു പറഞ്ഞു എന്ന് പറഞ്ഞ് അനവധി അപമാനങ്ങളുടെ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പലരും. ഹല്ലേലൂയ. അവിടെ ഞാൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്ന യേശുവിനെ നോക്കുന്നതുകൊണ്ട് ഈ ആത്മീയ ഓട്ടക്കളത്തിൽ പതറിപ്പോകാൻ നിന്നു. അവസാനം സംഭവിച്ചത് എന്താണെന്നറിയോ? എന്നെ അപമാനിച്ചവരും കളിയാക്കി നിന്ദിച്ചവരും ഒക്കെ അവർ കുടുംബമായി കണ്ണുനീർ തൂക്കുന്നതിന്റെ കണ്ണാലെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രതികാരമൊന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മൾ കരയുന്നത്, നമ്മുടെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് നിന്നെ ആരപമാനിക്കാൻ ശ്രമിച്ചാലും നീ അതിനു മുമ്പിൽ അപമാനിതനായി മാറണ്ട. നമ്മുടെ കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി അപമാനിക്കപ്പെട്ടവരാണ്.
യേശു രാജാതി രാജാവായിരുന്നിട്ടും കർത്താതി ശ്രേഷ്ഠമായ ദൈവമായിരുന്നിട്ടും മാനകുലത്തിന്റെ മുഴുവൻ പാവങ്ങളെ ആമി സ്വയം ചുമലേറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് വേണ്ടി കാര്യരൂപാണിയാൽ തറയപ്പെട്ടപ്പോഴും മുൾക്കിന്റെ ധാരിയായി കിടക്കുമ്പോഴും ശരീരമാസം ഉഴഞ്ചാലും പോലെ കീറി കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറാൻ ക്രൂശിൽ വിരൂപമായി കിടക്കുമ്പോഴും ആമി മാഞ്ഞ് കടന്നു പോകുന്ന ജനങ്ങൾക്ക് തലമുലുക്കി അവനെ രാമി കുലമാന്നും ചതിയെന്നും വെളിച്ചമെന്നും കള്ളനെന്നും ഒക്കെ വിളിച്ചവന്റെ കന്നത്തടിച്ച് തുപ്പിച്ചവന് കുടിക്കുവാൻ ചൊറുക്ക കൊടുത്തു. അവനെ അപമാനിച്ച് അപമാനത്തിന്റെ നടുവിൽ നമ്മുടെ കർത്താവ് അപമാനം സാലക്ഷ്യമാക്കിക്കൊണ്ട് ആ ക്രൂശിലെ മരണത്തെ യേശു ജയിച്ചു. സാത്താന്റെ തലയെ തകർത്തു. യേശു വിജയശ്രീലാളിതനായി മരിച്ച് ആമി സ്തോത്രം അടക്കപ്പെട്ടു ഉയർത്തെന്നിട്ട് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇന്നും നമുക്ക് ഇവിടെ മധ്യസ്ഥ ചെയ്യുന്നുണ്ടാവും. കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയവനല്ല, കല്ലറയെ ഭേദിച്ചെഴുന്നേറ്റവനാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, നിന്നെ അപമാനപ്പെടുത്തുവാൻ, നിന്നെ തേച്ചുവധം ചെയ്യുവാൻ, നിന്നെ കളിയാക്കുവാൻ, പരിഹസിക്കുവാൻ, നിന്റെ പരാജയങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിക്കും, നിന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്റെ കുടുംബത്തെ കുറിച്ച് ദോഷം സംസാരിക്കുന്ന പലരും കാണും. അതിന്റെ നടുവിൽ നീ തകർന്നു പോകരുത്. നിന്നെ മാനിക്കുന്നൊരു സ്വർഗമുണ്ട്, നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നീ യേശുവിന്റെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഓട്ടത്തിൽ ആയിരക്കണക്കിന് ആളുകൾ വീണു പോയേക്കാം. നിങ്ങൾ ഓടുന്ന ഓട്ടക്കളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ വീണു പോയേക്കാം. പക്ഷെ നിങ്ങൾ ഓട്ടിക്കൊണ്ട് ഓട്ടത്തെ തയ്ക്കണം. പലരും വിശ്വാസത്തിൽ ഓടാനിറങ്ങി ആത്മാവ് കൊണ്ട് ഓടിത്തുടങ്ങി. ഇപ്പം ജഡത്തിൽ അവസാനിച്ച് ഇപ്പം പലരും രാഷ്ട്രീയത്തിന് വേണ്ടി ഓടുകയാ. പലപ്പോഴും ഈ ലോകത്തിന് ദിവ്യാഗ്രഹത്തിന് വേണ്ടി ഓടുകയാ. ഈ ലോകത്തിന്റെ ചെടിക്ക് സുഖങ്ങൾക്ക് വേണ്ടി ഓടുക. ദർശനം നഷ്ടപ്പെട്ട ഈ ലോകത്തിന്റെ സുഖരൂപങ്ങൾക്കകത്ത് ഓടി തളർന്നു കിടക്കുമ്പോൾ അവർ നിത്യത നഷ്ടപ്പെടുത്തി നിത്യ നരകത്തിന് അധീനരായി മാറിയിരിക്കുമ്പോൾ ഇതോകൾ പരിശുദ്ധാത്മാവ് പറയുന്നത്, പലരും നിന്റെ കൂടെ ഓടി വീണ് പോകുമ്പോൾ നീ അവരെ നോക്കി നിൽക്കാതെ പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ പർവ്വതത്തിലേക്ക് നീ ഓടിക്കോണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതെ, നിനക്ക് വേണ്ടി ദൈവം സ്വർഗം ഒരുക്കിയിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. അതുകൊണ്ട് എബ്രായലേഖനം 12:1 പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആകയാൽ നാം സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്ന യേശുവിനെ നോക്കുക. അല്ലെങ്കിൽ തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തുവെന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് ഹല്ലേലൂയ എബ്രായ ലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തുക. ആ ഭാഗത്തെക്കുറിച്ച് വിവരിക്കാൻ സമയമില്ല. അതെ, നമുക്ക് ഈ ഓട്ടക്കളത്തിലൂടെ ജയിക്കാം. അതുകൊണ്ടാണ് സ്തോത്രം നിങ്ങളും പ്രാപിപ്പാത്തക്കവണ്ണം ഓടണമെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്. അല്ലെ, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിൽ ഒരുവിനെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാത്തക്കവണ്ണം ഓടുകയും കണ്ണുകളുടെ ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ, കേരളത്തിൽ ഭാരത ലോക രാജ്യം കൂടിയ ജനത്തിനായി തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത ശേഷൂതൻ ബാല്യം കൗമാരി യൗവനത്തിലും വാർത്തൻ വൃത്തിലും രാജ്യങ്ങളുടെ തലമുറയിലായിരിക്കുന്ന രാജ്യരാഷ്ട്രത്തിന് മത നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഭരണദേശ പാർട്ടികൾ, സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ നിൽക്കുന്ന സയൻറ്റിസ്റ്റ്, എഞ്ചിനീയർമാർ, പാടത്തും പറമ്പിലും കോറിയിലും കല്ലോടും മണ്ണോടും പണിയെടുക്കുന്ന, അടിയോട് മല്ലടിക്കുന്ന ആമേക്കരികളിലും കമ്പിലും ജോലി ചെയ്യുന്ന, കരയിൽ കടത്താൻ കൺഷൻ വെക്കാൻ മോട്ടോർ മുഴുവൻ രംഗത്ത് പണിയെടുക്കുന്ന, ആഴക്കടലിൽ മത്സ്യബന്ധനം കടന്നുപോയിരിക്കുന്ന വിവിധ വഴിയുടെ കച്ചവടക്കാരെ, വലിയ എന്റെ വ്യാപാരി, വ്യവസായ കരിയിലെ ജോലി ചെയ്യുന്നവരെയും ഓർത്ത് പ്രാർത്ഥി. കരിയിലും കടലും ആകാശമാർക്കും വാഹനം ഓടിക്കുന്നവർ, വാഹന നിർമ്മാണം സെയിൽസ് ചെയ്യുന്നവർ, വിവിധ മേഖലയിലായിരിക്കുന്ന എല്ലാ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ജനത്തെ അനുഗ്രഹിക്കണമേ. ജനം കടന്നു പോകുന്ന വേദനകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, മഹാവ്യാധികൾ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അനുഭവങ്ങളിലൂടെ കടന്നുകൊണ്ട് വിദേശ രാജ്യ കഷ്ടതയ്ക്ക് നൊമ്പരപ്പെടുന്ന, വേദന അനുഭവിക്കുന്ന അനവധി ആളുകൾ കർത്താവ് വിവിധ മാനസികമായ തകർന്ന ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി നിരാശപ്പെട്ടു പോയവർ, ജീവിതത്തിൽ വിവിധമായ ഭാരങ്ങളാൽ ബിസിനസ് തകർന്നവർ, കൃഷി നഷ്ടമായവർക്ക്, കാർഷിക ക്ഷീരമേഖലയിലും ആയിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ക്രമസമാധാന പല നിയമറമ്പാണ് രംഗത്ത് നിൽക്കുന്നവർക്കായി, രാജ്യരാഷ്ട്രത്തിലെ അധികാരികൾക്ക് വേണ്ടി, സാധനത്തുകൾ കാക്കുന്നവർക്ക് വേണ്ടി എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരും നഷ്ടപ്പെട്ടു പോകരുതെന്ന് പ്രാർത്ഥന. ദൈവമക്കൾ, ദൈവദാസന്മാർ, കേരളത്തിൽ ഭാരത ഭൂമിയുടെ അറ്റത്തുമായ ദൈവമക്കൾ, ദൈവദാസന്മാരെ സുവിശേഷം മുഖാന്തരം ജയിലിക്കട കഷ്ടം സഹിക്കാൻ വേദനയും എല്ലാം നഷ്ടപ്പെട്ട പ്രിയ ദൈവമക്കൾക്കായി അവരെ കർത്താവ് ആശ്വസിയുടെ കർത്താവ് പലരും ഓടി തളരുമ്പോൾ ആ കർത്താവ് മുമ്പിൽ വെച്ച് ഓട്ടം സ്ഥിരതയോടെ ഓടി പ്രാപിപ്പാൻ തക്കം ഓടുവാൻ ജനത്തെ ഒരുക്കണമേ. സകല മുഖത്ത് ഒരുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.